സുഹൃത്തുക്കളെ, ഞാൻ ഉൾപ്പെടെയുള്ള ഓരോ പ്രവാസികളുടെയും സ്വപ്നമാണ് നാട്ടിലൊരു വീടെന്നത്. അത് നമുക്ക് സൗദി അറേബ്യയുടെ മണ്ണിൽ നിന്ന് എങ്ങനെ സഫലമാക്കാം, എങ്ങനെ നമുക്ക് സൗദി അറേബ്യയുടെ മണ്ണിൽ നിന്നും നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പല പ്രവാസികൾക്കും നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പേടിയാണ്. ജെനുവിനാണോ, അങ്ങനെ കുറെ ചോദ്യങ്ങൾ. നിങ്ങളുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ നേരിട്ട് ചോദിക്കാനായിട്ട് അവസരം ഒരുക്കുകയാണ് ഫേവറേറ്റ് ഹോം എന്ന കേരളത്തിലെ ഏറ്റവും വലിയ കമ്പനി. അതിൻ്റെ പ്രതിനിധികളെല്ലാം തന്നെ അൽഖോബാറിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാനുള്ള ഒരു അവസരമാണിത്. ഫേവറേറ്റ് ഹോംസിന്റെ പ്രതിനിധിയാണ് ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾക്കും ഒരുപാട് ചോദ്യങ്ങൾ കാണും, പക്ഷെ എനിക്കും ഉണ്ട് കേട്ടോ കുറേ ചോദ്യങ്ങൾ. അതെല്ലാം നമുക്ക് പുള്ളിയോട് ചോദിക്കാം. ഹായ് സൗദി, എൻ്റെ പേര് അർജുൻ. ഞാൻ ഫേവറേറ്റ് ഹോംസിന്റെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ്. ഇതിനു മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നു സൗദി മച്ചാനായിട്ട്. അപ്പോൾ അതിൽ നിന്നും കുറേ ക്വസ്റ്റ്യൻസും കുറേ ക്ലയൻസിനും കുറേ സംശയങ്ങളും കാര്യങ്ങളും ഉണ്ട്. നമ്മളെപ്പറ്റി കൂടുതൽ അറിയാനും നമ്മുടെ ഓൺഗോയിങ് പ്രൊജക്ട്സിനെ പറ്റിയും അതുപോലെ ബാക്കി കുറച്ച് കാര്യങ്ങൾ ഡൗട്ട്സ് ഇഷ്ടം പോലെ ഉണ്ട്. അതെല്ലാം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി സൗദി മച്ചാനെ നമ്മൾ നേരിട്ട് ഇവിടെ സൗദി ദമാമിൽ നേരിട്ട് വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. വേറൊന്നും കൊണ്ടല്ല, നമുക്ക് ഇഷ്ടം പോലെ ഓൾറെഡി നമ്മൾ GCC കൺട്രീസിലെ ദുബായിൽ, ഈ പറഞ്ഞ പോലെ ഖത്തർ, കുവൈറ്റ്, ഇവിടെ എല്ലാം നമ്മൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ എല്ലാം നമുക്ക് ഓൾറെഡി ഒരു കണക്ഷൻ ഉണ്ട്. നമുക്ക് ദുബായിൽ തന്നെ ആണെങ്കിൽ ബിസിനസ് ബേയിൽ ഒരു ഓഫീസ് തന്നെ ഉണ്ട്. ബട്ട് സൗദിയിൽ ഇഷ്ടം പോലെ മലയാളികൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഓൾറെഡി ഉണ്ടെങ്കിലും അവരെ കണക്ട് ചെയ്യാനായിട്ട് സൗദി മച്ചാൻ്റെ ഒരു ബിഗ് സപ്പോർട്ട് ഉണ്ട്. എൻ്റെ കമ്പനിയുടെ പേരിൽ ഒരു ബിഗ് താങ്ക് യു. ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമാണ്, കാരണം ഈ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ കൂടുതലും വിദേശത്തോട്ടാണ്. കാരണം ഒരുപാട് ന്യൂസുകൾ വരുന്നുണ്ട്, അങ്ങനെ അവിടെ തട്ടിപ്പ് നടത്തി, ഇവിടെ തട്ടിപ്പ് നടത്തി. അപ്പം ജെനുവിൻ ആയിട്ടുള്ള ഒരുപാട് കമ്പനികളുണ്ട് നല്ല. ഇപ്പം ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴത്തേക്കും നിങ്ങളെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ ഒരുപാട് പേർക്ക് സംശയങ്ങളാണ്, നിങ്ങളുടെ ജെനുവിൻ ആണോ, എങ്ങനെയാണ്, നിങ്ങളുടെ ലീഗലായിട്ട് എന്തൊക്കെയുണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ്, ഇതൊക്കെ ഒരുപാട് പേർക്ക് അറിയാനുള്ള ഒരു വേദിയാക്കണം ഇത്. കാരണം നിങ്ങളെപ്പോലുള്ള ആൾക്കാർ പ്രവാസികൾക്ക് ഉപകാരമാണ്. കാരണം ഇതൊരു ഇൻവെസ്റ്റ് ആണ്. കാരണം തിരുവനന്തപുരം എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഓരോ ദിവസവും ഉയർന്നു വരികയാണ്. ഗോൾഡിനെക്കാട്ടി മാർക്കറ്റാണ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പം ഒരുപാട് പ്രവാസികൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ എല്ലാവരും ഇങ്ങോട്ട് ബാക്കിലോട്ട് വലിക്കുകയാണ്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാരിഫിക്കേഷൻ ആരും നൽകുന്നില്ല നല്ല രീതിയിൽ. അപ്പോൾ അതിനൊരു വേദിയാക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഞാനിപ്പം ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നെപ്പോലെ ഒരുപാട് പേര് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. സാർ, ഇതിനെക്കുറിച്ച് നമുക്ക് പ്രവാസികൾക്ക് വേണ്ടി ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. തീർച്ചയായിട്ടും സതീമിച്ചൻ പറഞ്ഞ പോലെ കൂടുതലും നമ്മുടെ മലയാളികൾക്ക്, പ്രവാസികൾക്ക് ഒരു സംശയമുണ്ട്, ഒരു ഭയമുണ്ട്. പ്രത്യേകിച്ച് ഒരു സ്വന്തമായിട്ടൊരു വീട് വേണം, പക്ഷെ അവർക്ക് അവിടെ നേരിട്ട് അവിടെ വന്ന് നിന്ന് ചെയ്യാൻ അതിനുള്ളില്ല. അപ്പോൾ അവർ പോകുന്ന ഒരു ബിൽഡർ ഓപ്ഷനിലേക്കായിരുന്നു. ബട്ട് ബിൽഡറിൽ തന്നെ ആരെ വിശ്വസിക്കണം, കുറേ ഇഷ്യൂസ് കാരണം ആ റിയൽ എസ്റ്റേറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ കൂടുതലും ഭയക്കുന്നുണ്ട്. നമുക്ക് കൂടുതൽ നമ്മുടെ പ്രവാസികളാണ് കൂടുതലും നമ്മുടെ അപ്പാർട്ട്മെന്റുകളെല്ലാം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ബാക്കിയുള്ള കൺട്രീസായ ദുബായ് ആണെങ്കിലും, അവിടെ പോലെയാണെങ്കിൽ ഖത്തർ ആണെങ്കിലും, കുവൈറ്റ് ആണെങ്കിലും നമ്മളെല്ലാം അവിടെ നേരിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ സൗദിയിലുള്ളിടത്ത് എന്താണെന്ന് വെച്ചാൽ കൂടുതലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട്. ബട്ട് കൂടുതലും അതിനെപ്പറ്റി അറിയാനുള്ള അവസരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു അപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ റെറ സർട്ടിഫൈഡ് ആണോ എന്നുള്ളൊരു കാര്യം ആദ്യം നമ്മൾ മനസ്സിലായിരിക്കണം. കാരണം ഇപ്പം റെറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് അതോറിറ്റി ഡെവലപ്മെന്റ് ആണ്. അതായത് റിയൽ എസ്റ്റേറ്റിന്റെ ഒരു അതോറിറ്റിയാണ്. അപ്പം ആ സർട്ടിഫിക്കേഷൻ ആ ബിൽഡറിന് സ്പെസിഫിക് പ്രൊജക്റ്റിന് ഉണ്ടോ എന്ന് നമ്മൾ ആദ്യം ഉറപ്പുവരുത്തിയിരിക്കണം. ഈവൻ ദോ അവർ പറയും അതെ നമ്മൾ റെറ സർട്ടിഫൈഡ് ആണെന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് അതിന്റെ സത്യാവസ്ഥ അറിയണമെങ്കിൽ റെറയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ റെറയെ പറ്റി, നമ്മൾ ആ പ്രൊജക്റ്റിനെ പറ്റി പേരടിച്ചു കൊടുത്താൽ അവരുടെ സർട്ടിഫിക്കറ്റ്സ്, ആ പ്രൊജക്റ്റിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. സോ എത്ര വർഷം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്ന ആ പ്രൊജക്റ്റിന്റെ ഡീറ്റെയിൽസ് ഇവർ പറയുന്നത്. ഇപ്പോൾ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ആണെങ്കിലും പല ഫോൾസ് പ്രോമിസുകൾ തന്നിട്ടായിരിക്കും ഒരു പ്രൊജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനെല്ലാം കൂടി നമുക്ക് ഈ റെറയുടെ സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിലും അത് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനൊരു ഹെൽപ്പാണ്. പിന്നെ കസ്റ്റമർക്ക് അറിയേണ്ട കാര്യം, നിങ്ങൾ എത്ര വർഷമായി ഈ ഒരു ഫീൽഡിൽ, പിന്നെ ഇതിൻ്റെ ഫൗണ്ടർ ആരാണ്, എല്ലാം അറിയണം. കാരണം നിങ്ങൾ സൗദി അറേബ്യയിൽ സത്യത്തിൽ ഞാനിപ്പോൾ പഠിച്ചതുള്ളൂ, അതേപോലെ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. കാരണം ആരാണ് ഇതിൻ്റെ ഫൗണ്ടർ, നിങ്ങൾ എത്ര ഇയർ ആയി എക്സ്പീരിയൻസ്, എത്ര ബിൽഡിങ്ങുകൾ, നിങ്ങൾ പറഞ്ഞല്ലോ തിരുവനന്തപുരത്താണെന്ന്. പക്ഷെ എന്താണ് തിരുവനന്തപുരം സെലക്ട് ചെയ്യാനുള്ള കാരണം? ഫേവറേറ്റ് ഹോംസ് 2001 നമ്മൾ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ മാനേജിംഗ് ഡയറക്ടറിന്റെ പേര് മിസ്റ്റർ മാർട്ടിൻ തോമസ് ആണ്. സാറാണ് നമ്മുടെ പ്രൊജക്ടിന്റെ ഏറ്റവും വലിയൊരു സപ്പോർട്ടും ഒരു പില്ലറുമായിട്ട് സാർ തന്നെയാണ് പോകുന്നത്. ട്രിവാൻഡ്രത്ത് ഏറ്റവും അധികം ഓൺഗോയിങ് പ്രൊജക്റ്റുള്ള ഒരേ ഒരു ബിൽഡറാണ് ഫേവറേറ്റ് ഹോംസ്. നമുക്ക് 10 ഓൺഗോയിങ് പ്രൊജക്റ്റുകൾ ട്രിവാൻഡ്രത്തുണ്ട്. പ്രൈം ലൊക്കേഷൻ ആണ് ലുലുമാളിന്റെ അടുത്തുണ്ട്, വഴുതക്കാടുണ്ട്,
കിംസ് ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് ഉണ്ട്, ടെക്നോ പാർക്കിന്റെ ഓപ്പോസിറ്റ് ഉണ്ട്. അങ്ങനെ മെയിൻ ട്രിവാൻഡ്രത്തുള്ള ഹൈ ലൊക്കേഷനിലാണ് നമ്മൾ പ്രൊജക്റ്റിലുള്ള ഓൺഗോയിങ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫേവറേറ്റ് ഹോംസ് ഒരു ക്രിസിൽ റേറ്റഡ് കമ്പനിയാണ്. നമുക്ക് DA2 റേറ്റഡ് ആണ്. ക്രിസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് ക്രെഡിറ്റ് ഏജൻസി ഉള്ളവരാണ്. അപ്പം അവരുടെ ഒരു ഓൺ ടൈം കംപ്ലീഷനും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ റേറ്റിംഗ് നമുക്കുണ്ട്. പിന്നെ ഓൾറെഡി തന്നെ നമ്മൾ ISO സർട്ടിഫൈഡും കൂടെയാണ്. സോ ആ ക്വാളിറ്റി മാനേജ്മെന്റ് എല്ലാം തന്നെ നമ്മൾ സർട്ടിഫൈഡും കൂടെയാണ്. അത്രയും ക്വാളിറ്റിയുടെ കാര്യമാണ് നമ്മൾ മേജർലി ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ക്വാളിറ്റി, അതുപോലെ ടൈംലി ഡെലിവറി, അതുപോലെ ആഫ്റ്റർ സെയിൽസ് സർവീസ്. ഈ ആഫ്റ്റർ സെയിൽസ് ആണ് കൂടുതലും ബിൽഡേഴ്സ് ലാഗ് ചെയ്യുന്ന ഒരു അവസ്ഥ. കാരണം നമ്മൾ പഠിച്ചപ്പോഴും നമ്മൾ മനസ്സിലാക്കിയത് അതാണ്. കാരണം ഈവൻ ദോ ഒരു ഭവനം കയ്യിൽ കിട്ടിയതിന് താക്കോല് കയ്യിൽ കിട്ടിയതിന് ശേഷം അതിന് ശേഷമുള്ള ഒരു റിലേഷൻ ഉണ്ട്. അതാണ് നമുക്കിവിടെ മേജർലി വേണ്ടത്. നമുക്കൊരു ആഫ്റ്റർ സെയിൽസ് സർവീസ് ടീമുണ്ട്, റെന്റൽ സപ്പോർട്ട് ഉണ്ട്, റീസെയിൽ സപ്പോർട്ടും ഉണ്ട്. ഇത് നിങ്ങൾക്ക് അധികം ബിൽഡേഴ്സിൽ നിന്ന് ലഭിക്കാത്ത ഒരു സംഭവം കൂടിയാണ്. അപ്പൊ അവിടുത്തെ നമ്മുടെ ഒരു സപ്പോർട്ട് കാരണമാണ് ഒരു അപ്പാർട്ട്മെന്റ് ഒരു പ്രൊജക്ട് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇനിഷ്യൽ സ്റ്റേജ് സ്റ്റോൺലിംഗ് സെറമണിയിൽ തന്നെ 50% അബോവ് സെയിൽസ് നമുക്ക് അവിടെ ഉണ്ടായിരിക്കും. അത് കൂടുതലും വരുന്നത് നമ്മുടെ റെഫറൽ ഓൺ ക്ലയൻസ് തന്നെ ആയിരിക്കും. റെഫറൽ സെയിൽസ് ആണ് കൂടുതൽ. അവിടെ നിന്ന് തന്നെ മനസ്സിലാക്കാം നമ്മുടെ ഒരു റിലേഷൻഷിപ്പ് ക്ലയൻസുമായിട്ടുള്ളത് എത്രത്തോളം സക്സസ്ഫുൾ ആണ്. സൗദി മച്ചാനുണ്ടായിരുന്ന സംശയങ്ങൾ പോലെ നിങ്ങൾക്കും നിരവധി ഡൗട്ട്സും സംശയങ്ങളും ഉണ്ടായിരിക്കും. സോ അതെല്ലാം നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം. നമ്മൾ ഇന്ന് മുതൽ നമ്മൾ മെയ് 1 വരെ അൽക്കോബാറിലെ ഹോളിഡേ ഇൻ ഹോട്ടലിൽ ഞാനും എൻ്റെ ടീമും അവൈലബിൾ ആയിരിക്കും. അപ്പം നമ്മുടെ പുതിയ ലോഞ്ചായ പ്രോജക്റ്റ് ടെക്നോ പാർക്കിൻ്റെ ഓപ്പോസിറ്റ് ദ പാർക്ക് വ്യൂവിനെ പറ്റി കൂടുതൽ അറിയാനും അതിനെ പറ്റി കൂടുതൽ സംസാരിക്കാനും നിങ്ങൾ നേരെ ഹോളിഡേ ഇൻ ഹോട്ടലിലേക്ക് എത്തിക്കോ. കൂടുതൽ ഡീറ്റെയിൽസും നമ്മൾ കോൺടാക്ട് ചെയ്യാൻ എൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ വാട്സ്ആപ്പ് മീ ആൻഡ് വി വിൽ ബി അവൈലബിൾ ഫോർ യു. സൗദി അറേബ്യയിലുള്ള ഓരോ പ്രവാസികളും ഈ അവസരം മുതലാക്കണം. അൽക്കോബാറിലുള്ള ഹോളിഡേ ഇന്നിൽ വേഗം തന്നെ എത്തിക്കോളൂ.